ഇത് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 3 നെക്സ്റ്റ് പോർഷനാണ്. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പോർഷനിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോ തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചാപ്റ്റർ ഫുള്ളായിട്ട് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇടയ്ക്കുള്ള വീഡിയോ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ പോർഷൻസ് മനസ്സിലാകില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പം ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. റെപ്രസെൻറ്റേഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ റാഷണൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇൻറ്റിജേഴ്സിനെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളൊരു ലൈൻ വരയ്ക്കും, എന്നിട്ട് അതിലൊരു പോയിൻ്റ് ചൂസ് ചെയ്യും. ആ പോയിൻ്റാണ് ഒറിജിൻ, അതായത് 0 എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ റൈറ്റിലേക്ക് നമ്മൾ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. അതെന്തായിരിക്കും? അതിനെ നമ്മൾ 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, അടുത്തത് 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ റൈറ്റിലേക്ക് വരുന്നതെല്ലാം പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഇനി ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ അത് -1, -2, -3 ഇങ്ങനെ വരും. ലെഫ്റ്റിലേക്കുള്ളതെല്ലാം നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഇൻറ്റിജേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റിജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു നമ്പർ ലൈനാണ് ഇതാ ഇവിടെ നമുക്ക് ഫിഗർ 3.3ൽ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് റാഷണൽ നമ്പേഴ്സിനെയും ഇതുപോലെ നമ്പർ ലൈനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റിജേഴ്സിനെ ചെയ്യുന്നത് പോലെയല്ല നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ ചെയ്യുന്നത്. റാഷണൽ നമ്പേഴ്സ് എപ്പോഴും 2 ഇൻറ്റിജേഴ്സിൻ്റെ ബിറ്റ്വീൻ ആയിരിക്കും ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1/2 എടുക്കുകയാണെങ്കിൽ 1/2 എന്ന് പറയുന്നത് എന്താ? 0യ്ക്കും 1നും ബിറ്റ്വീൻ വരുന്ന ഒരു നമ്പറാണ്. അതുകൊണ്ട് 1/2 ലൈ ചെയ്യുന്നത് എവിടെയായിരിക്കും? 0യ്ക്കും 1നും ബിറ്റ്വീൻ ആയിരിക്കും. കണ്ടോ? അതേപോലെ -3/4 നോക്കിയേ. -3/4 എന്ന് പറയുന്നത് 0യ്ക്കും 1നും -1നും ബിറ്റ്വീനാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന റാഷണൽ നമ്പറിൻ്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ കാട്ടിൽ ചെറുതാണ് എങ്കിൽ അതെപ്പോഴും 0യ്ക്കും 1നും ബിറ്റ്വീൻ ആയിരിക്കും ലൈ ചെയ്യുക കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ കാട്ടിൽ ചെറുതാണ് എങ്കിൽ ആ റാഷണൽ നമ്പർ എപ്പോഴും 0യ്ക്കും 1നും ബിറ്റ്വീൻ ആയിരിക്കും ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ടു റെപ്രസെൻറ്റ് എ റാഷണൽ നമ്പർ p/q, q not equal to 0 on a number line. Divide the unit interval into q equal parts. അപ്പോൾ നമ്മളൊരു റാഷണൽ നമ്പറിനെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ 0യ്ക്കും 1നും ബിറ്റ്വീൻ എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളതിൻ്റെ ഡിനോമിനേറ്റർ നോക്കിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ 1/2 ചെയ്തപ്പോൾ 0യ്ക്കും 1നും ഇടയിൽ നമ്മളതിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. കാരണം എന്താ? 1/2ൻ്റെ ഡിനോമിനേറ്റർ 2 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ നമ്പർ എത്രയാണോ അത്രയും ഈക്വൽ പാർട്സ് ആയിട്ടായിരിക്കും നമ്മൾ 2 ഇൻറ്റിജേഴ്സിന് ബിറ്റ്വീൻ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മൂവ് p പാർട്സ് ഫ്രം 0 to the right if the number is positive and to the left if it is negative. പിന്നെ നമ്മൾ എവിടെയാണ് അതിനെ മാർക്ക് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഡിനോമിനേറ്റർ നോക്കിയാണ്. ഇനി എത്ര പാർട്സ് മൂവ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ന്യൂമറേറ്റർ നോക്കിയാണ്, p നോക്കിയാണ്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ, അതായത് നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ 0യുടെ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ 0യുടെ ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് 3/4. അപ്പോൾ നോക്കിയേ, 3/4ൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൻ്റെ കാട്ടിൽ ചെറുതാണ്. അതുകൊണ്ട് ഏതിന് ബിറ്റ്വീൻ ആയിരിക്കും? 0യ്ക്കും 1നും ബിറ്റ്വീൻ ആയിരിക്കും. അപ്പോൾ ഈ 0യ്ക്കും 1നും ഇടയിലുള്ള ആ ഒരു പോർഷനെ നമ്മൾ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണം? 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. കണ്ടോ? ഇനി നമ്മൾ ഇതെവിടെയാണ് നമ്മുടെ 3/4 മാർക്ക് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ന്യൂമറേറ്റർ നോക്കിയിട്ടാണ്. ന്യൂമറേറ്റർ 3 ആണ്. അപ്പം നമ്മൾ 0യിൽ നിന്ന് 3 പാർട്സ് റൈറ്റിലേക്ക് പോകുന്നു. അപ്പോൾ 3 പാർട്സ് എന്ന് പറയുമ്പം 1, 2, 3. 3/4 നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് എന്ന്.
അപ്പോൾ ഡിനോമിനേറ്റർ നോക്കി നമ്മൾ അതിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ന്യൂമറേറ്റർ നോക്കിയാണ് നമ്മൾ എത്ര പാർട്സ് മൂവ് ചെയ്യണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി നോക്കിയാൽ ഈവൻ ഫ്രാക്ഷൻസ് ഗ്രേറ്റർ ദാൻ 1 ക്യാൻ ബി ലൊക്കേറ്റഡ് ഓൺ ദി നമ്പർ ലൈൻ ഇൻ ദിസ് വേ. അതായത് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ട് വരുന്ന നമ്പേഴ്സ് 9/4. 9/4 എടുത്താൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. ഇത് നമ്പർ ലൈനിൽ എവിടെയാണ് ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 9/4നെ ഡിവൈഡ് ചെയ്താൽ 4 2s are 8, റിമൈൻഡർ ഈസ് 1 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോഷ്യൻ്റ് ഈസ് ഹോൾ നമ്പർ, റിമൈൻഡർ ഈസ് ന്യൂമറേറ്റർ, ഡിവൈസർ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുന്നു. ഇതിനെ നമുക്ക് 2 1/4 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഈ നമ്പറിൽ ലൈ ചെയ്യുന്നത് 2വിനും 3ക്കും ബിറ്റ്വീനാണ് ഈ ഒരു നമ്പർ ലൈ ചെയ്യുന്നത്. അതായത് 9/4 ലൈ ചെയ്യുന്നത് 2നും 3ക്കും ബിറ്റ്വീനാണ്. അപ്പം ഈ 2വിനെയും 3യെയും എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം? 2വിനെയും 3യെയും 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം അങ്ങനെ നമ്പർ ലൈനിൽ തന്നിട്ടുണ്ട്. ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3. അപ്പം ഓരോ യൂണിറ്റിൻ്റെയും ഇടയ്ക്ക് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നോക്കിയാൽ 1 2 3 4, 1 2 3 4, 1 2 3 4. നമുക്ക് ഏതൊക്കെ ഇൻറ്റിജേഴ്സാണ് വേണ്ടത്? 2ഉം 3യുമാണ്. ഈ 2വിൻ്റെയും 3യുടെയും ബിറ്റ്വീനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2വിൻ്റെയും 3യുടെയും ബിറ്റ്വീൻ എടുത്തു. ഇനി ഈ 2 കഴിഞ്ഞിട്ട് എത്ര പാർട്സ് മൂവ് ചെയ്യണം? ന്യൂമറേറ്ററിൽ 1 ആണ്. അപ്പോൾ 2 കഴിഞ്ഞിട്ട് 1 എവിടെ വരും? ദാ ഇവിടെ വരും, 9/4 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്തതെന്ന് നോക്കിയേ. 0, 1/4, 2/4, 2/4 ഈസ് 1/2, 3/4, 4/4 ഈസ് 1, 5/4, 6/4 ഈസ് 3/2, 7/4, 8/4 ഈസ് 2. അടുത്തത് 9/4, 10/4 ഈസ് 5/2, 11/4, 12/4 ഈസ് 3. ഇങ്ങനെയാണ് വരുന്നത്. അവർ സിംപ്ലിഫൈ ചെയ്ത ഫോമാണ് ഇതാ ഇവിടെയൊക്കെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നോക്കിയേ, ട്രൈ ആൻഡ് റെപ്രസെൻറ്റ് 8/5 ആൻഡ് -7/4 ഓൺ എ നമ്പർ ലൈൻ. അപ്പോൾ നമ്മുടെ 8/5ഉം എന്താണ്? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. അപ്പോൾ എവിടെയാണ് ലൈ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 8 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കുക. 8ൽ 1 ടൈമേ ഉള്ളൂ. 5, 8 - 5 ഈസ് 3. അപ്പോൾ എന്ത് വരും? കോഷ്യൻ്റ് ഈസ് 1, 1, റിമൈൻഡർ ഈസ് 3, ഡിവൈസർ ഈസ് 5, ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പം 1 3/5 എന്ന് കിട്ടി. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സിന് ബിറ്റ്വീൻ ആയിരിക്കും? 1നും 2വിനും ബിറ്റ്വീൻ ആയിരിക്കും 1 3/5 വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ലൈനിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? നമ്പർ ലൈനിൽ നമ്മളിതാ ഇങ്ങനെ വരയ്ക്കുന്നു. ഇവിടെ 0, ഇത് 1, ഇത് 2. നമ്മുടെ നമ്പർ 1നും 2വിനും ബിറ്റ്വീൻ ആയിരിക്കും. എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം? ഡിനോമിനേറ്റർ 5 ആണ്. അതുകൊണ്ട് 5 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1 2 3 4 5. ഇവിടെയും 1 2 3 4 5. നമ്മൾ ലൈനല്ല നോക്കുന്നത്, ഈ ലൈനിൻ്റെ ഇടയ്ക്കുള്ള പോർഷനാണ് പാർട്സ് ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 1 2 3 4 5 ഇതാ ഇങ്ങനെ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 1ൽ നിന്ന് എത്ര പാർട്സ് മൂവ് ചെയ്യണമെന്ന് നോക്കും. അപ്പോൾ 1ൽ നിന്ന് ന്യൂമറേറ്റർ 3 ആണ്. അപ്പോൾ 1 2 3 ഇവിടെയാണ് എന്ത് വരുന്നത്? 8/5 വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ എന്ത് വരും? 1/5, 2/5, 3/5, 4/5, 5/5 ഈസ് 1. ഇത് 6/5, 7/5, ഇത് 8/5. കണ്ടല്ലോ, ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ. ഇനി അടുത്തത് -7/4നെ നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. -7/4നെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ 7/4നെ ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. 1 4 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 3/4. അപ്പോൾ ഇതും ലൈ ചെയ്യുന്നത് 1നും 2വിനും
ബിറ്റ്വീൻ ആണ് ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നമ്പർ ലൈൻ ഇങ്ങനെ വരുന്നു. അപ്പം നെഗറ്റീവ് ആയതുകൊണ്ട് എവിടോട്ടായിരിക്കും? സീറോയുടെ ലെഫ്റ്റിലേക്കായിരിക്കും വരുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റിലേക്കായിരിക്കും. അപ്പോൾ ഇത് 0, ഇത് -1, ഇത് -2. നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം? 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1 2 3 4 1 2 3 4 ഇതിനെയും 1 2 3 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം -1നും -2നും ബിറ്റ്വീൻ ആണ് വരുന്നത്. അപ്പം -1ൽ നിന്ന് എത്ര പാർട്സ് മൂവ് ചെയ്യണം? 3 പാർട്സ് മൂവ് ചെയ്യണം. 1 2 3. ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. എന്താണ്? -7/4 വരുന്നത്. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതെന്ത് വരും? -1/4, -2/4, -3/4, -4/4 is -1, -5/4, -6/4, ഇത് -7/4. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ നമ്പേഴ്സിന് ബിറ്റ്വീൻ ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? ഇനി അടുത്ത നമ്മൾ നോക്കുന്നത്, ഇവിടെ നോക്കിയേ, ചില ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പേഴ്സും നമ്പർ ലൈനിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് നമ്പർ ലൈനിൽ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന നമ്പേഴ്സിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കിയിട്ട് ചെയ്യുക. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ചെറുതാണെങ്കിൽ 0ക്കും 1നും ബിറ്റ്വീൻ ആയിരിക്കും. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ 0ക്കും 1നും ബിറ്റ്വീനും, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ 0ക്കും -1നും ബിറ്റ്വീൻ ആയിരിക്കും. ഇനി ന്യൂമറേറ്റർ ഡിനോമിനേറ്ററെക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഡിവിഷൻ ചെയ്തിട്ട് നോക്കുക ഏതൊക്കെ നമ്പേഴ്സിന് ബിറ്റ്വീൻ ആണ് വരുന്നതെന്ന് നോക്കുക. ഇനി അടുത്തത് അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് റാഷണൽ നമ്പർ. നോക്കിയത് അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എ റാഷണൽ നമ്പർ എക്സ് റിട്ടൺ ആസ്, ഇതിനെ അബ്സൊല്യൂട്ട് വാല്യൂവിനെ നമുക്ക് ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റെപ്രസെൻറ്റ്സ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം 0 ഓൺ ദ നമ്പർ ലൈൻ. അപ്പോൾ ഈ അബ്സൊല്യൂട്ട് വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ലൈനിൽ 0യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഈ അബ്സൊല്യൂട്ട് വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് 5/3 എന്ന് പറയുന്നത് 5/3 തന്നെയാണ്. -5/3 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? 5/3 തന്നെയാണ്. ഇനി 0യുടെ അബ്സൊല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 0 തന്നെയാണ്. അതായത് ഒരു റാഷണൽ നമ്പറിൻ്റെ അബ്സൊല്യൂട്ട് വാല്യൂ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദ അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എ പോസിറ്റീവ് നമ്പർ ഈസ് ദി നമ്പർ ഇറ്റ്സെൽഫ്. പോസിറ്റീവ് വാല്യൂവിൻ്റെത് എപ്പോഴും ആ നമ്പർ തന്നെ ആയിരിക്കും. അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എ നെഗറ്റീവ് നമ്പർ ഈസ് ഇറ്റ്സ് പോസിറ്റീവ് വാല്യൂ. നെഗറ്റീവ് നമ്പറിൻ്റെതും പോസിറ്റീവ് ആണ്. ദെയർഫോർ ദി അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എനി റാഷണൽ നമ്പർ ഈസ് ഓൾവേസ് നോൺ നെഗറ്റീവ്. എപ്പോഴും എന്തായിരിക്കും? നോൺ നെഗറ്റീവ് ആയിരിക്കും, അതായത് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0യുടെ അബ്സൊല്യൂട്ട് വാല്യൂ ആണെങ്കിൽ 0 ആകും. ബാക്കിയെല്ലാം 0യെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ളതായിരിക്കും അബ്സൊല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. For two rational numbers a and b, the distance between them on the number line is given by a minus b. അതായത് a മൈനസ് ബിയുടെ അബ്സൊല്യൂട്ട് വാല്യൂ ആയിരിക്കും നമ്മൾ രണ്ട് റാഷണൽ നമ്പേഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതിനെ നമുക്ക് മോഡുലസ് എന്ന് വേണമെങ്കിലും നമുക്ക് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫിഗർ 3.8 റെപ്രസെൻറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻറ്റിജേഴ്സ് -4 and 3. ഇവിടെ നമുക്ക് എ ആയിട്ട് -4നെ എടുക്കാം, ബി ആയിട്ട് 3യെ എടുക്കാം. അപ്പോൾ -4ൻ്റെയും 3യുടെയും ഡിസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ ലൈനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്? എ മൈനസ് ബി, അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എ ഈസ് -4 മൈനസ് ബി ഈസ് 3 ഈസ് ഈക്വൽ ടു എന്ത് വരും? -7. അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് -7 ഈസ് 7 അല്ലേ? നെഗറ്റീവ് വാല്യൂവിൻ്റെ അബ്സൊല്യൂട്ട് വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് നമ്പറിൻ്റെത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 7 ആയിരിക്കും. ഇതാ നോക്കിയേ, എ തൊട്ട് ബി വരെ എത്ര യൂണിറ്റ്സ് ഉണ്ട്? 7 യൂണിറ്റ്സ് ആണുള്ളത്. അപ്പോൾ അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി ഈസ് 7 യൂണിറ്റ് ആണ്. ഇങ്ങനെയാണ് രണ്ട് റാഷണൽ നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി വെച്ചിട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ദ ഡെൻസിറ്റി ഓഫ് റാഷണൽ നമ്പേഴ്സ്. വൺ ഓഫ് ദി മോസ്റ്റ് മാജിക്കൽ പ്രോപ്പർട്ടി ഓഫ് റാഷണൽ നമ്പർ ഈസ് ദാറ്റ് ദേ ആർ
ഡെൻസ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എപ്പോഴും എന്താണ്, അതിൻ്റെ മോസ്റ്റ് മാജിക്കൽ പ്രോപ്പർട്ടിയാണ്, അതെന്തായിരിക്കും, ഡെൻസ് ആയിരിക്കും. ബിറ്റ്വീൻ എനി ടു ഇൻറ്റിജേഴ്സ് സേ 1 and 2 ദർ ഈസ് എ റാഷണൽ നമ്പർ 3/2. അപ്പോൾ 1നും 2വിനും ഇടയിലുള്ള ഒരു റാഷണൽ നമ്പറാണ് 3/2 എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് 1നും 2വിനും ഇടയിലായത്? ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. 3/2 ചെയ്ത 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് 1നും 2വിനും ഇടയിലാണ് വരുന്നത്. 3/2 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇനി നോക്കിയേ, ഈ 1നും 3/2നും ഇടയിലും എന്തുണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു റാഷണൽ നമ്പർ നമുക്ക് 5/4 ആയിട്ട് എടുക്കാം. ഇനി ഈ 5/4നും 1നും ഇടയിലും എന്തുണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഏത് നമ്പേഴ്സ് എടുത്താലും അതിനെല്ലാം ബിറ്റ്വീൻ എന്തുണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് റാഷണൽ നമ്പേഴ്സിനിടയിലുള്ള റാഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ആവറേജ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആവറേജ് എന്ന് വെച്ചാൽ എന്താ, 1ൻ്റെയും 2ൻ്റെയും ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, 1 + 2/2 ദാറ്റ് ഈസ് 3/2. ഇനി 1ൻ്റെയും 3/2യുടെയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, 1 + 3/2/2. അതായത് ആ രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും, മുകളിൽ LCM എടുക്കുമ്പോൾ 5/2/2 ദാറ്റ് ഈസ് 5/4 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്താണ്, അതിനെ നമുക്ക് A+B/2 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, വിച്ച് ഈസ് ഓക്കെ ദി ആവറേജ് ഓഫ് ടു റാഷണൽ നമ്പേഴ്സ് A and B which equals A+B/2 is always a rational number between A and B. This means that there are infinitely many rational numbers between any two points. അതിൻ്റെ അർത്ഥം എന്താണ്, രണ്ട് പോയിൻറ്റ്സിന് ബിറ്റ്വീൻ ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് കാണും. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 1നും 2വിനും ഇടയ്ക്ക് ഞാൻ 3/5 എടുത്തു, 3/2 എടുത്തു. 1നും 3/2നും ഇടയ്ക്ക് അപ്പോൾ എന്തോ വന്നു, 5/4 വന്നു. ഇനി 1നും 5/4നും ഇടയ്ക്കും നമ്പർ ഉണ്ട്, അതിന് രണ്ടിനും ഇടയ്ക്ക് വീണ്ടും നമ്പേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി റാഷണൽ നമ്പേഴ്സ് നമുക്ക് രണ്ട് പോയിൻറ്റ്സിന് ബിറ്റ്വീൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ മോസ്റ്റ് മാജിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, ദേ ആർ ഡെൻസ് എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പോർഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് എക്സസൈസ് സെറ്റ് 3.4 നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.